CPM നേതൃത്വത്തെ വിമർശിച്ച KTDC ചെയർമാൻ PK ശശിയുടെ പുതുവത്സരാശംസകൾ. ഫേസ്ബുക്കിലാണ് ആശംസകൾ. ആ പോസ്റ്റിലായിരുന്നു വിമർശനവും. പലർക്കും 2024 സുന്ദരകാലമായിരുന്നു, പക്ഷേ അവരെ കാത്തിരിക്കുന്നത് ഇനി മഹാദുരന്തമെന്നും ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു. ശിവദാസ് കന്മനം ചേരുന്നു. ശിവദാസ്, പുതുവത്സരാശംസ നേർന്നുകൊണ്ടുള്ള PK ശശിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിലാണ് CPM നേതൃത്വത്തിനെതിരെ കൃത്യമായ ഒളിയമ്പ് PK ശശി എഴുതിയിരിക്കുന്നത്. വലിയ രീതിയിലുള്ള വിമർശന സ്വരം തന്നെയാണ് ഉയർത്തിയിരിക്കുന്നതും. ആ പോസ്റ്റിന്റെ കൂടുതൽ വിവരങ്ങൾ ആരെയാണ് ലക്ഷ്യം വയ്ക്കുന്നത്? ജോഹിനി, KTDC ചെയർമാൻ കൂടിയായ PK ശശിയാണ് ഇത്തരത്തിൽ ഒരു ഫേസ്ബുക്ക് കുറിപ്പ് പോസ്റ്റാക്കി ഇട്ടിരിക്കുന്നത്. അതായത് 2024 വളരെ മോശം വർഷമായിരുന്നു. 2025 വളരെ പ്രതീക്ഷയോടെയാണ് കാണുന്നത്. എല്ലാവർക്കും ഐശ്വര്യത്തിന്റെയും സമാധാനത്തിന്റെയും ഒരു വർഷമായി മാറട്ടെ എന്ന് തുടങ്ങുന്ന തരത്തിലായിരുന്നു ഈ പോസ്റ്റ് ഉണ്ടായിരുന്നത്. അതിനുശേഷം പല ആളുകൾക്കും മുൻവെച്ചുകൊണ്ട് തന്നെ അദ്ദേഹം കൃത്യമായി മറുപടി ഈ പോസ്റ്റിൽ നൽകുന്നുണ്ട്. കാരണം നമുക്കറിയാം, PK ശശിയെ കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി പാർട്ടി തരം താഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. CITU നേതൃത്വത്തിൽ നിന്നടക്കം അദ്ദേഹം തരം താഴ്ത്തപ്പെട്ടു. അതോടൊപ്പം തന്നെ മുൻപ് അദ്ദേഹം ഷൊർണൂരിലെ MLA ആയിരുന്നു. പിന്നീട് അദ്ദേഹത്തിന് മത്സരിക്കാൻ സീറ്റ് നൽകിയിരുന്നില്ല. പക്ഷേ അദ്ദേഹത്തെ KTDC ചെയർമാൻ പാർട്ടി നിയോഗിച്ചിരുന്നു. പക്ഷേ സാമ്പത്തിക ക്രമക്കേടും മറ്റ് ചില വിഷയങ്ങളും അടക്കം ഉന്നയിച്ചുകൊണ്ട് അദ്ദേഹത്തെ പാർട്ടി തരം താഴ്ത്തിയിരുന്നു. ഈ സാഹചര്യം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് അദ്ദേഹം ഇത്തരത്തിൽ ഒരു പോസ്റ്റ് ഇപ്പോൾ ഫേസ്ബുക്കിൽ കുറിപ്പായി ഇട്ടിരിക്കുന്നത്. അപ്പോൾ കാണുന്നവനെ അപ്പ എന്ന് വിളിച്ചവർക്കും അതോടൊപ്പം തന്നെ ഏതവന്റെയും പെട്ടി ചുമക്കാൻ കഴിയുന്നവർക്കും നല്ല സമയമായിരുന്നു ഈ 2024. പക്ഷേ ഇനിയുള്ള സമയം അങ്ങനെ ആവില്ല. അവരെ കാത്തിരിക്കുന്നത് ഒരു മഹാദുരന്തമാണ് എന്ന് അദ്ദേഹം ഈ FB പോസ്റ്റിൽ പറയുന്നുണ്ട്. മദ്യപിച്ചും കഞ്ചാവ് ഉപയോഗിച്ചും മദ്യത്തിനെതിരെയും കഞ്ചാവിനെതിരെയും ഘോരഘോരമായി പ്രസംഗിക്കുന്നവരുടെ നല്ല കാലം കഴിഞ്ഞു എന്ന് അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. ഇത് കൃത്യമായ ചില സൂചനകൾ തന്നെയാണ് നൽകുന്നത്. പാർട്ടി നേതൃത്വത്തിന് അടക്കം നൽകുന്ന കൃത്യമായ ഒരു സൂചന. ശരി, PK ശശിയുടെ ഈ വാക്കുകൾ അച്ചടക്ക ലംഘനം നടത്തിയതിനുള്ള നടപടിയിൽ ഉള്ള മനോവിഷമം കൊണ്ടാണ് എന്ന് തീർത്തും പറയാൻ കഴിയുന്ന ഒരു സാഹചര്യമല്ല. കാരണം അദ്ദേഹത്തിൻ്റെ പോസ്റ്റിൽ നമുക്ക് കാണാം, കൃത്യമായി ആരെയാണോ വിമർശിക്കേണ്ടത് അവരിലേക്ക് തന്നെ ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് PK ശശി നീങ്ങുന്നത്. ഒരു മനോവിഷമത്തിൻ്റെ പുറത്ത് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടാൻ തക്ക പക്വതയില്ലായ്മ PK ശശി കാണിക്കും എന്ന് കരുതാനാകില്ലല്ലോ. തീർച്ചയായും അദ്ദേഹം ചില നേതൃത്വത്തെ ചില വ്യക്തികളെ തന്നെ കൃത്യമായി ഉന്നം വെച്ചുകൊണ്ടാണ് അത്തരത്തിലുള്ള ഒരു പോസ്റ്റ് ഇട്ടത് എന്ന് വളരെ വ്യക്തമാണ്. കാരണം വെറും ഒരു മനോവിഷമത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമല്ല, നേരത്തെ സംസാരിച്ചതുപോലെ ഒരു മനോവിഷമത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമല്ല അദ്ദേഹം ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ ഇട്ടത്. അത് കൃത്യമായ ഒരു സമയത്ത് തന്നെയാണ് അദ്ദേഹം ഇട്ടിരിക്കുന്നത്. ഒരു പുതുവത്സര ആശംസകൾ എല്ലാവർക്കും ഇരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആണ് 2024 താരതമ്യം ചെയ്തുകൊണ്ട് അദ്ദേഹം ചില കാര്യങ്ങൾ പറയുന്നത്. ഇനി വരാനുള്ള കാലങ്ങൾ ശുഭപ്രതീക്ഷയാണ്. ഇത്തരത്തിൽ പാർട്ടിക്കുള്ളിലുള്ള പുഴുക്കുത്തുകൾക്കുള്ള കാലങ്ങൾ ആയിരിക്കുകയില്ല. അത്തരത്തിൽ പണത്തിനും മീതെ പറക്കുന്ന ചില ആളുകൾ, അവർക്ക് വേണ്ടിയിട്ടുള്ളതല്ല. പണവും അതോടൊപ്പം തന്നെ കഞ്ചാവും മദ്യവും ഉപയോഗിച്ച് പാർട്ടിയെ തളർത്താൻ ശ്രമിക്കുന്നവർക്ക് വേണ്ടിയുള്ളതല്ല ഇനിയുള്ള കാലം, വരാനുള്ള കാലം. അതല്ല, അതിനെയെല്ലാം തന്നെ തരണം ചെയ്തുകൊണ്ട് പാർട്ടി ഇനിയും മുന്നോട്ട് പോകും, ആത്മാഭിമാനത്തോടെ നിൽക്കും എന്ന് അദ്ദേഹം പറയുന്നു. അത് കൃത്യമായി തന്നെ ചില വ്യക്തികൾക്ക് അല്ലെങ്കിൽ പാർട്ടിയിലെ ചില നേതാക്കൾക്ക് നൽകുന്ന ചില സൂചനകൾ തന്നെയാണ്. കാരണം അദ്ദേഹത്തെ കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി ജില്ലാ നേതൃത്വത്തിൽ തന്നെ 2 വിഭാഗങ്ങൾ ഉണ്ട്. ഒരു വിഭാഗം PK ശശിയോടൊപ്പം നിലനിൽക്കുന്നുണ്ട്. മറുവിഭാഗത്തിന്റെ ഇടപെടൽ ഔദ്യോഗിക വിഭാഗമാണ്. അവരുടെ ഇടപെടലാണ് ഇത്തരത്തിൽ. ശിവദാസ്, ഞാൻ ഒന്ന് ഇടപെടുകയാണ്, ദയവായി തുടരുക. ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകൻ